ഇന്നേക്ക് ഏകദേശം ഒരു 15 കൊല്ലം മുമ്പാണ് എനിക്ക് ഇങ്ങനൊരു കത്ത് കിട്ടിയത്. അതുവരെയുള്ള എൻ്റെ ജീവിതവും സ്വപ്നങ്ങളും ഒക്കെ തട്ടിത്തെറിപ്പിച്ച ഒരു ഒഫീഷ്യൽ കത്ത്. കുറേ കടം വാങ്ങിയും പിന്നെ പാരൻസിൻ്റെ ഉള്ള സമ്പാദ്യമൊക്കെ കൂട്ടി വെച്ചിട്ടാണ് അന്ന് 2011 ഓസ്ട്രേലിയയിലേക്ക് വന്നത്. വന്ന് ഒരു 2ാമത്തെ മാസത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അന്നത്തെ കോഴ്സ് ഡയറക്ടർ പറഞ്ഞു, "നിൻ്റെ കമ്മ്യൂണിക്കേഷൻ വളരെ പുവറാണ്. നിൻ്റെ ഇംഗ്ലീഷും അതിൻ്റെ കോംപ്രിഹെൻഷനും ക്ലാരിറ്റിയും ഒക്കെ വളരെ മോശമാണ്. അതുകൊണ്ട് ചിലപ്പോൾ നീ തിരിച്ച് നാട്ടിലേക്ക് പോവേണ്ടി വരും" എന്നൊക്കെയായിരുന്നു ആ കത്തിൻ്റെ ഉള്ളടക്കം. മാനസികമായിട്ട് വല്ലാണ്ട് തളർന്നു പോയി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കണ്ട സ്വപ്നങ്ങൾ, അതുപോലെ വരാൻ വേണ്ടി ചിലവഴിച്ച പൈസ, മുന്നോട്ടുള്ള ജീവിതം ഇതൊക്കെ തകർന്നു പോണ വല്ലാത്തൊരവസ്ഥ. പിന്നെ പ്രശ്നം ജോലിക്ക് കയറിയപ്പോഴായിരുന്നു. അവിടെ ബുദ്ധിമുട്ടായിരുന്നു. ആളുകളെ കണ്ടാൽ ഒഴിഞ്ഞു മാറും, ഫോൺ വന്നാൽ ഓടിപ്പോവും, ഒരു ചോദ്യം ചോദിക്കാൻ പോലും ധൈര്യമില്ലാത്ത അവസ്ഥ. ഒരുപാട് കൊല്ലം നഷ്ടപ്പെട്ടു. അപ്പോഴേക്കും ഇംഗ്ലീഷ് ഒരു പേടിപ്പിക്കുന്ന ഭാഷ തന്നെയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 2023 ഞാൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് സ്പീക്കിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ടെഡെക്സിൽ കയറി പറ്റിയത് ഈ ഓസ്ട്രേലിയയിൽ തന്നെ. പിന്നെ 2024 സിഡ്നിയിലെ ഒരു പ്രൊഫഷണലായിട്ട് പ്രസംഗിക്കുന്നവരുടെ വലിയൊരു കോൺഫറൻസിൽ കീനോട്ട് സ്പീക്കറായിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയത്. 100 കണക്കിന് ആളുകളുടെ മുമ്പിൽ, അതേ ഇംഗ്ലീഷിൽ തന്നെ. ഏകദേശം ഒരു 90 മിനിറ്റ് കൂടുതൽ ഞാനന്ന് സംസാരിച്ചു. ഈ വേദികളിലൊക്കെ കയറുമ്പോഴേ ഭയങ്കര ഒരു അഭിമാനമായിരുന്നു. ഒരു മലയാളി ആയതുള്ളൊരു അഭിമാനം. മലയാളം മീഡിയത്തിൽ മാത്രം പഠിച്ച നമുക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അഭിമാനം. കഴിഞ്ഞ മാസം ഞാൻ UK-യിലൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു കോർപ്പറേറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ആണ് ഈ കത്തിനെ പറ്റിയിട്ട് എനിക്ക് ഓർമ്മ വന്നത്. ആ കഥ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു. ഇംഗ്ലീഷ് അങ്ങനെ പേടിച്ച് ഓടേണ്ട ഒരു ഭാഷയൊന്നുമല്ല. മറ്റേത് ഭാഷയും പോലെ തന്നെ ഒരു ഭാഷ. ഇഷ്ടപ്പെട്ടാൽ വാരിക്കോരി അവസരങ്ങൾ തരാൻ കഴിവുള്ളൊരു ഭാഷ. പക്ഷേ നമുക്കെല്ലാവർക്കും ഇംഗ്ലീഷ് ഒരു പേടി സ്വപ്നം തന്നെയാണ്. പറഞ്ഞു തന്നതേ, പഠിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ എത്ര ഉയരത്തിൽ വേണമെങ്കിലും നമുക്കെത്താൻ പറ്റും. ഏത് ഭാഷയും നമ്മുടെ മുന്നിൽ കീഴടങ്ങും. പിന്നെ നമ്മുടെ കഴിവിനെ സംശയിക്കണവർക്കും നമ്മളെ കളിയാക്കണവർക്കൊക്കെയുള്ള ഏറ്റവും നല്ല മറുപടി നമ്മുടെ വളർച്ച തന്നെയാണ്. ആ കത്ത് അന്ന് സത്യത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ആവേണ്ടതായിരുന്നു. പക്ഷേ അത് എൻ്റെ ഒരു തുടക്കമായി. പേടിച്ചു പോയെങ്കിൽ ഞാൻ ഇന്നും അതേപോലെ തന്നെ അവിടെ ഇരുന്നേനെ.